വേണേ പറഞ്ഞോളൂ, ബോഡി ഷെയിം ചെയ്തോളൂ, എന്നെ കളിയാക്കിക്കോളൂ, നീ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോളൂ. അത് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കുന്നത് വെറുതെ അല്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. പക്ഷെ തെറി വിളിക്കുന്നത് അതെന്ത് മാന്യതയാണ്? മോളുടെ അച്ഛനെ വരെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ അച്ഛനെ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. മരിച്ചു പോയ ഒരാളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നും ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങത്തില്ല. സത്യമായിട്ടും പറയാം, ഈ 20 വയസ്സായിട്ടും ഞാൻ എൻ്റെ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കത്തില്ല. എനിക്ക് പേടിയാണ്, എനിക്ക് ഇരുട്ട് പേടിയാണ്. ഞാൻ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ മനുഷ്യനെ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിൻ്റെ അച്ഛനെ കണ്ടവരെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചിട്ട് അതിൻ്റെ പേരിൽ നിൻ്റെ അച്ഛൻ ചത്തതല്ലേടി, അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ലേഡി നിൻ്റെ അച്ഛൻ, ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം അവൻ എവിടെ നിന്ന് വന്നു? ശരിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് ആണോ? അല്ല, ഇവൻ ഇട്ട കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു GF ഇട്ടു. അതായത് ഇപ്പൊ മെയിൻലി ഇഷ്യൂ നടക്കുന്ന ഈ യദു ഇട്ട കമന്റ് ഡ്രസ്സിലോട്ട് നോക്കുന്ന പോലെ കമന്റ് ഇമോജി ഇട്ടു. അപ്പൊ ഞാൻ ഇട്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, അമ്മായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയല്ല, അത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. അമ്മായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയല്ല, അച്ഛന്റെ പെങ്ങളാണ്. അപ്പോ നിന്റെ അമ്മായിന്റെ പോയി നോക്ക് മലരെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ എന്നെ തിരിച്ച് പോടി മലരേന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിട്ടു. അവിടെ കഴിഞ്ഞു. ഞാൻ വെച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷെ എന്നെ ആരൊക്കെ ബോഡി ഷെയിം ചെയ്യുന്നോ അതിന്റെ താഴേക്ക് ഇപ്പൊ എന്ത് വാക്കാണ്? എന്നോടുണ്ടല്ലോ ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് ഒരു ചേട്ടൻ പറഞ്ഞതാണ്, ഇതൊക്കെ നോർമൽ അല്ലേ, ദിസ് ഇസ് ഫൺ. അവനും പറഞ്ഞ കാര്യമാണ്, ഇത് ഫണ്ണായിട്ട് എടുത്താൽ പോരെ. ഇതെന്ത് ഫണ്ണാണ്? വീട്ടിലിരിക്കുന്ന അമ്മേനെ വിളിക്കുമോ ഇങ്ങനെ? അല്ലെങ്കിൽ അനിയത്തിനെ വിളിക്കുമോ ഇങ്ങനെ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് പുറത്തുള്ളൊരു പെണ്ണിനെ വിളിക്കുന്നു? ഓക്കെ, ഈ യദുവിന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്സ് ഇത്രയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഇപ്പോ ഗൾഫിലാണെന്ന് പറഞ്ഞു, ആളുടെ ജോലി പോയെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് എന്തുകൊണ്ടായിരിക്കും ഗൾഫ് പോയിട്ടുണ്ടാവുക? ഓക്കെ, അതിലൊക്കെ നമുക്ക് വരാം. ഈ യദുവിന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്സ് ഇത്രയാണ്. ഇതാണ് ആള് അതിനുശേഷം അയച്ച വോയിസുകൾ കേട്ടാ അറയ്ക്കും. ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇട്ട് അവൻ തന്നെയാന്ന് നമുക്ക് തോന്നിപ്പോ.